ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നോമ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് അറിയാമല്ലോ, എല്ലാവർക്കും സ്വാഭാവികമായിട്ട് പൈസക്ക് ആവശ്യം വരുമല്ലോ. അപ്പം നമുക്കും കുറച്ച് പൈസക്ക് ആവശ്യമുണ്ട്. അപ്പം പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ATM പോവാണ്. തിരിച്ച് വരുമ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനുണ്ട്. വീട്ടിലോട്ടുള്ള സാധനം കേട്ടോ. നോമ്പ് തുറക്കുമ്പോഴേക്കും കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട്. കൈ ആ ബാൻഡേജ് ഇട്ടോടുകൂടെ കൈയുടെ വേദന പകുതി മുക്കാൽ കുറഞ്ഞു കിട്ടോ. മുഴുവൻ കുറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റിയില്ല, പക്ഷെ പകുതി മുക്കാലും കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ ബാങ്കിൽ പോയപ്പോൾ അങ്ങ് പൈസ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇന്നലെ മോള് പെട്ടെന്ന് വരുമല്ലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് പൈസ എടുത്തിട്ടില്ല. ഇന്നലെ എടുത്ത പൈസ അപ്പം തന്നെ ചിലവായി പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ ഒരു കുട്ടി വ്ലോഗാണ്. അതും എടുത്ത് കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ട് തിരിച്ചിങ്ങ് പോകും. അത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. പോയിട്ട് പൈസ എടുക്കട്ടെ കേട്ടോ. ഈ ഒരു മാസം തള്ളി നീക്കേണ്ടതല്ലേ, അപ്പം കുറച്ച് പൈസ എടുത്ത് കൈ പിടിച്ചതാണ്. എപ്പോൾ എന്താ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. റമദാൻ 30 ഉണ്ടാവും വിചാരിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതുമ്മ തീർന്നില്ല. ഇതെനിക്ക് നോമ്പ് കഴിക്കാനുള്ള പൈസ കേട്ടോ. നോമ്പിന് നമ്മൾ കഷ്ടപ്പെട്ട പൈസയൊക്കെ മക്കൾക്ക് എന്തിനെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്നുള്ളതാണ്. റമദാൻ മാസം അവർ നോമ്പ് നോക്കുന്നതാണ്. അവർക്കൊരു കുറവും വരുത്തരുത്. അവർക്ക് ഫുഡ്, അവർക്ക് ഡ്രസ്സ്, അതേപോലെ അവർക്ക് പെരുന്നാൾക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോവുക, ഇതെല്ലാം കൂടി ഞാൻ എടുത്തു വെച്ചാൽ മറ്റെൻ്റെ അക്കൗണ്ടിൽ വെച്ചിട്ട് ഞാൻ ചിലവായി പോവും. അപ്പം ഞാൻ കരുതി കുറച്ച് ക്യാഷ് കയ്യിലെടുത്ത് പിടിച്ചാൽ നോമ്പ് അവർക്ക് ഉഷാറാക്കാം. അവർക്ക് നോമ്പിനൊരു കുറവും വരുത്തരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം മതം വിട്ടതും മതത്തിന് വേണ്ടാന്ന് പറഞ്ഞതും ഒക്കെ ഞാൻ മാത്രമാണ്. എൻ്റെ മക്കളോ എൻ്റെ ഫാമിലിയോ ഒന്നുമല്ല. അപ്പോൾ അവർ അവരുടെ വിശ്വാസപ്രകാരം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ വിലങ്ങുതടിയാക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. അവർക്ക് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളും ഒക്കെ. ചിലപ്പോൾ അവർക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് വേണമെന്ന് പറയുമ്പോൾ അത് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെയൊക്കെ ഏരിയയിലേക്ക് സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഒരു 10 കഴിയാനും നിൽക്കലില്ല. അപ്പോഴേക്കും വന്ന് തുടങ്ങാറുണ്ട്. അവർക്കും എന്തെങ്കിലും കൊടുക്കണം. എല്ലാം കൂടിയായിട്ട് പൈസ എടുത്ത് കയ്യിൽ വെച്ചു. ഇനി നോമ്പ് നമുക്ക് തീർത്താൽ മതി. അത് അരുണിനുള്ള പൈസ കേട്ടോ. അവൻ്റെ പൈസ അവൻ്റെ ATM നിന്ന് എടുത്തതാണ്. ഞാൻ ATM പോവുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവന് കുറച്ച് പൈസൻ്റെ ആവശ്യം എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് അതെടുത്ത് കൊടുത്തതാണ്. അതും ഇതും രണ്ടും രണ്ടായിട്ട് പിടിച്ചത്. അപ്പം അങ്ങനെയാണ്. ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട്. അതാണ് ഇന്നത്തെ പരിപാടി. പഴിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം കേട്ടോ, എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാ വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റ് എന്നെ കടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു സാധനം മേടിക്കാൻ പോകുന്ന ഞാൻ 10-15 സാധനങ്ങൾ മേടിച്ചാലും എൻ്റെ ലിസ്റ്റ് കഴിയൂല. കാരണം അവിടെ എത്തുമ്പോൾ ഓരോന്നിനും ഓഫർ കാണുമ്പോൾ അതെല്ലാം എടുത്തിട്ട് ഇങ്ങ് പോരും. ഇതെന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ സ്മെല്ല് പറ്റുമോ എന്നുള്ളത് എന്നോട് തന്നെ ചോദിച്ചാട്ടോ. അപ്പം മോൻ എന്നെ കളിയാക്കി ചിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള സാധനവും മേടിച്ച് നമ്മളിങ്ങ് പോരും. നേരെ മറിച്ച് ഹൈപ്പർ മാർക്കറ്റ് പോകുന്ന സമയത്ത്
ചെറുതൊന്നും നമ്മൾ മേടിക്കില്ല, വലുതിനൊക്കെ ഓഫർ ഉണ്ടാവും. ആ ഓഫറുള്ള സാധനങ്ങൾ നോക്കിയിട്ട് നമ്മൾ മേടിച്ച് ഇങ്ങ് കൊണ്ടുവരും. പിന്നീടാണ് നമ്മൾ ചിന്തിക്കുക, അയ്യോ ഇത്ര വേണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അവിടെ നമ്മൾ ചിന്തിക്കൂല കേട്ടോ. അതാണ് ഹൈപ്പർ മാർക്കറ്റുകാരുടെ ഒരു വിജയം കേട്ടോ. നമ്മൾ ശരിക്കും പറ്റിക്കപ്പെടുകയാണ്. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്ക്രബ്ബറിന് പോയ ഞാനാണ് 3 എണ്ണം എടുത്തത്. കാരണം 3 എണ്ണം എന്തായാലും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ എന്നാലും മേടിച്ച് വെക്കാമല്ലോ, എപ്പോഴെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് മേടിക്കുന്നതാണ്. ചിലപ്പം അത് അവിടെ മൂലയിലായി കിടക്കും. എന്നാലും കാണുന്ന സമയത്ത് മേടിക്കാതിരിക്കാൻ തോന്നൂല, അതുകൊണ്ട് മേടിക്കുന്ന കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. നമ്മളെന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോകുക വെച്ചാൽ, ഹൈപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ പോകുക വെച്ചാൽ, ഏറ്റവും താഴത്തെ നിരയിൽ വേണം കേട്ടോ നമ്മൾ സാധനങ്ങൾ എടുക്കാൻ. അതെന്ന് വെച്ചാൽ പുതിയ സംരംഭകർ എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങുന്നവരുണ്ടെങ്കിൽ അവരുടേതായിരിക്കും കേട്ടോ. ബ്രാൻഡഡ് ഒക്കെ മുകളിലാണ് വെക്കുക. അപ്പം നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പം അവരെ ഒന്ന് സഹായിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെ നോക്കിയേ, എനിക്ക് ചെറിയൊരു സോസ് എടുത്താൽ മതി, അതിന് പകരം ഈ വലുതെടുത്ത്, അതിനവിടെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ നോമ്പൊക്കെ അല്ലേ, എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട് അതെടുത്തു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെറുത് മേടിക്കാൻ പോയാൽ വലുത് മേടിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പോരുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ താഴെ നിരയിൽ നിന്ന് എടുക്കണം എന്നുള്ളത്. ഈ താഴെ നിരയിൽ ഫസ്റ്റിൽ നമ്മളെന്തെങ്കിലും ഇപ്പോൾ സംരംഭം തുടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടേതാണ് ഏറ്റവും താഴെ നിരയിൽ വെക്കുക. മുകളിലൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും. അപ്പം നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പം അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യണം. ടൈം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കൈ സുഖമില്ലാത്തതുകൊണ്ട് പത്തിരിയും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും പൊതുവെ പത്തിരി എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. ഒന്നെങ്കിൽ വെള്ളപ്പോ ദോശയോ അല്ലെ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറ്. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. തള്ള് പുട്ടുണ്ടാക്കാം. പുട്ടും ചിക്കൻ കറിയും അതേപോലെ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ മുന്നേ വാങ്ങിയ ബട്ടർ, അവക്കാഡോ തന്നെയാണ് ബട്ടർ. അപ്പോൾ ബട്ടർ മേടിച്ചിട്ടുണ്ട്. പിന്നെ തരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, അതിനുള്ള സാധനവും മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. സാധനങ്ങൾ ഒരുപാട് മേടിച്ചു കിട്ടോ, അല്ല ഇന്നേക്കുള്ളത് ഇത്രയാണ് മേടിച്ചത്. പുട്ടും ചിക്കനും സമൂസയും തരിയും ജ്യൂസും. ഇന്നത്ര പ്രതീക്ഷിച്ചാൽ മതി, കാരണം കൈ സുഖമില്ലാത്തതാണ്. നാളെ വേറെ എന്തെങ്കിലും നമുക്ക് ഐറ്റംസ് പരീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.